ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ലൊരു ദിവസം നേരെയാണ്. ഈശോ നിന്റെ ജീവിതത്തെ അനുഗ്രഹിക്കട്ടെ. മറിയത്തെ വിവാഹം കഴിക്കാൻ പോകുന്ന യോസഫ് വലിയൊരു പ്രതിസന്ധിയിലേക്ക് കടന്നു വരികയാണ്. താൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി ഗർഭിണിയാണെന്നുള്ള വസ്തുത മനസ്സിലാക്കിയാണ്. ആകെ തകർന്നു പോകുന്ന ഒരവസ്ഥ. അപ്പോഴ് ദൈവത്തിൻ്റെ ദൂതന് യോസേഫ് പിതാവിന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുകയാണ്, ഇതൊക്കെ ദൈവം അറിഞ്ഞു ചെയ്യുന്ന കാര്യം. പരിശുദ്ധാത്മാവിനാലാണ് ഗർഭിണിയായി കാണപ്പെട്ടിരിക്കുക. ഇത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം. ജോസഫ് ഇത് മനസ്സിലാക്കിയ ജോസഫ് ദൈവഹിതത്തിന് പരിപൂർണമായിട്ട് വിധേയപ്പെടുകയാണ്. വചനം ഇപ്രകാരമാണ് പറയുക. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 1-ാം അധ്യായം 24-ാം തിരുവചനം. ജോസഫ് നിദ്രയിൽ നിന്നുണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു. കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞാൽ തൻ്റെ ഉള്ളിൽ നിറഞ്ഞ കൺഫ്യൂഷൻസും ആകുലതകളുമെല്ലാം ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിൽ അവൻ അടിയറ വെച്ചു. അവൻ്റെതായ ഹിതങ്ങളും തകർക്കപ്പെട്ട സ്വപ്നങ്ങളും എല്ലാം ദൈവത്തിന് മുമ്പിലേക്ക് ചേർത്ത് വെച്ചു. എന്നിട്ട് അവൻ ഉള്ളാലെ പറയുകയാണ്, ദൈവമേ, നീ പറയുന്നത് മാത്രം, ഇതാ കർത്താവിൻ്റെ ദാസൻ. പരിപൂർണമായിട്ട് വിട്ടുകൊടുത്തു. ദൈവഹിതത്തിനനുസരിച്ച് ജീവിതത്തെ പ്രഖ്യാപിക്കുകയാണ്. ജീവിതത്തിൽ നിനക്കും വേണ്ടത് ഇതാ. പ്രതിസന്ധികളുടെയും ക്ലേശങ്ങളുടെയും കൺഫ്യൂഷൻ്റെ ഒക്കെ നടുവിൽ ദൈവഹിതത്തെ പ്രഖ്യാപിക്കുക. നിനക്കത് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നതിന് നിറ സാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഈശോയെ, പ്രതിസന്ധികളുടെ നടുവിലും നിന്നെ പ്രഘോഷിക്കുവാനായിട്ട്, നിന്റെ ഹിതത്തിന് വില കൊടുക്കുവാനായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണം. ഈ ദിവസത്തിന് വേണ്ടതായ നന്മകള്, കൃപകള്, സംരക്ഷണങ്ങൾ നൽകി അനുഗ്രഹിക്കണം. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു